നമസ്കാരം. ക്രെറ്റയുടെ സി സെഗ്മെന്റ് അല്ല, എന്നാൽ ഫോർച്യൂണറിന്റെ ഡി സെഗ്മെന്റും അല്ല. ഇതിനിടയിൽ ഒരു സെഗ്മെന്റ് ഉണ്ട്, ആരിയറും ഹെക്ടറും ഒക്കെയുള്ള. അറിയാം, ജീപ്പ് കോമ്പസ്. അമേരിക്കൻ മസിൽ രൂപത്തിൽ മുഴുവനുണ്ട്. ആരെയും കയ്യിലെടുക്കുന്ന ഡിസൈൻ, കുറച്ച് മാറ്റം വരുത്തിയ റെനഗേഡിന്റെ പ്ലാറ്റ്ഫോം. ഇതാണ് ശരിക്കും ബാക്കിയുള്ളവർക്ക് ക്രോസ് ഓവർ SUV. കോമ്പസ് കുറച്ച് റഫ് ആൻഡ് ടഫ് ആണ്. കംഫർട്ടും ലൈറ്റ്നെസ്സും ചോയ്സ് ആയവർ ഇതിലെ വരരുത്. എന്നാൽ ഹാർഡ് കോർ ഓഫ് റോഡ് SUV ഒന്നുമല്ല. ഈ സ്വഭാവം ഇന്ന് യുണീക്ക് ആണെന്ന് പറയാനും സാധിക്കില്ല. കാരണം ഹാരിയറിനും എവിടെയൊക്കെയോ ഇത്തരം മാനറിസം ഉണ്ട്. ഉള്ളിലിരിക്കുമ്പോൾ നല്ല സേഫ്റ്റി ഫീല് തോന്നി. പുറമേയുള്ള വലുപ്പം ഉള്ളിൽ തോന്നിയില്ല. ഡോർ പാഡും പുറത്തെ ഡോറിന്റെ മെറ്റൽ ഷീറ്റും തമ്മിലുള്ള ദൂരം കൂടുതൽ തന്നെയാണ് അതിന് കാരണം. സേഫ് ആയിട്ടുള്ള മിക്ക കാറുകളും ഇങ്ങനെ തന്നെ. തുടക്കത്തിൽ പെട്രോളും ഡീസലും ഓപ്ഷൻ ആയിട്ട് വന്ന കോമ്പസ് അപ്ഡേഷനിൽ ഡീസൽ മാത്രമായി ചുരുങ്ങി. 6 സ്പീഡ് മാനുവലും 9 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും. ഇത് ടോപ്പ് എൻഡിന് താഴെയുള്ള വേരിയന്റ് ലിമിറ്റഡ് ഡീസൽ 6 സ്പീഡ് മാനുവൽ കോമ്പിനേഷൻ. ഏകദേശം 30 ലക്ഷം ഓൺ റോഡ് വിലയുള്ള ഇദ്ദേഹം ചില കാര്യങ്ങൾ തരാത്തതിൽ വിഷമം തോന്നി. പ്രധാനമായും ക്രൂയിസ് കൺട്രോൾ തന്നെയാണ്. പിന്നെ ഇന്നത്തെ അഡാസും 360 ക്യാമറയൊന്നും കണ്ടില്ല. വെറും ഈസിനെസ് അല്ലല്ലോ ഡ്രൈവിംഗിന്റെ ഹരം. 7 സ്ലോട്ട് ഗ്രില്ല്, ആഹാ അന്തസ്. പ്രോപ്പർ ജീപ്പ് പെഡിഗ്രി അവകാശപ്പെടാനില്ലെങ്കിലും ഫോർഡ് പോലെ നല്ല ഡ്രൈവബിലിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് കോമ്പസ്. LED ഡേ ടൈമും ഡ്യുവൽ ചേംബർ LED ലൈറ്റും ചേർന്ന് ഹെഡ്ലൈറ്റ് ഉഗ്രൻ എന്ന് പറയാം. ഒപ്പം LED ഫോഗ് ലാമ്പും. യൂറോപ്യൻ സ്റ്റൈൽ റോട്ടറി നോബും കാണാം. ലൈറ്റിന്റെ കൺട്രോളറായി. പക്ഷെ ഇൻഡിക്കേറ്റർ ഹാലജനാണ്. പിറകിലും LEDയുടെയും ഹാലജന്റെയും ഒത്തൊരുമ കാണാം. പിറകിലെ ടെയിൽ ഗേറ്റ് പവേർഡ് ആണ്, അത് കൊള്ളാം. ബൂട്ട് സ്പേസ് 438 ലിറ്റർ ആണ്. FG ഹെക്ടർ ആണ് ഈ സെഗ്മെന്റിൽ ബൂട്ട് കൂടുതലുള്ള ആള്. ടയർ സൈസ് വന്നിട്ട് 225/55 R18 ഗ്രൗണ്ട് ക്ലിയറൻസ് 178 mm. വലിയ കുഴപ്പമില്ലാതെ ചെറിയ ഓഫ് റോഡൊക്കെ എടുക്കാം. ഈ വേരിയന്റിലെ അലോയ്സുകളും കൊള്ളാം. ഒരുപാട് സ്ഥലത്ത് ജീപ്പിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഒന്ന് ഹെഡ്ലൈറ്റിൽ ORVMൽ, ഫ്രണ്ട് ഗ്ലാസ്സിൽ, റിയർ ഗ്ലാസ്സിൽ, ഫ്രണ്ടിലെ പല്ലി, പിന്നെ ഈ വൈപ്പർ സ്റ്റൈൽ ഇത് നെക്സോണിലും കാണാം. ഉള്ളിലാണെങ്കിൽ ഡ്രൈവർ സൈഡ് ഫ്ലോറിൽ ചരിഞ്ഞു നിൽക്കുന്ന ജീപ്പ്. പിറകില് ഡോർ പാഡിൽ വീണ്ടും ഒരു ജീപ്പ്. ഓൾ വീൽ ഡ്രൈവ്, ഫ്രണ്ട് വീൽ ഡ്രൈവുമായി കുറെ വകഭേദങ്ങളുണ്ട്. ഒരു ബേസിക് കോമ്പസ് എങ്ങനെയെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ലിമിറ്റഡിൽ ഇന്റീരിയറിൽ കുറച്ച് ലൈറ്റാണ്. വൈറ്റ് അപ്പോൾസറി ഓന്ത് നിറം മാറുന്നത് പോലെ മാറി. ഡാഷിന്റെ മുകൾ ഭാഗം, ഡോർ പാഡിന്റെ മിക്ക ഭാഗങ്ങളും സോഫ്റ്റ് ടച്ച് ആണ്. ഫിറ്റ് ആൻഡ് ഫിനിഷിലും കോമ്പസ് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്പാണ്. ഗിയർ നോബിന്റെ ഡിസൈന് എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. മാൻഡ്രാക്കിന്റെ തല പോലെ തോന്നി. റിവേഴ്സ് കോളം ഷിഫ്റ്റ് ബട്ടൺ അപ്പ് ചെയ്തിട്ടാൽ മതി. വലിയ സ്ക്രീനും അതിൽ ജസ്റ്റ് സ്ക്രീൻ മാത്രം ഓഫ് ചെയ്യാനുള്ള സംവിധാനവുമുണ്ട്. വലിയ സൺറൂഫ്, വെന്റിലേഷൻ മോഡും മുഴുവൻ തുറക്കാനും അടയ്ക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട്. സ്റ്റിയറിംഗിന്റെ പിറകിൽ കണ്ട സ്വിച്ച് വോളിയം ബട്ടണാണ്, പെട്ടെന്ന് കണ്ടെത്തില്ല. പാസീവ് എൻട്രി ബട്ടൺ കോ ഡ്രൈവർ ഡോറിലും കണ്ടു, കഴിഞ്ഞില്ല. ലോക്ക് അൺലോക്കും ലോക്ക് കോ ഡ്രൈവറിനും കൺട്രോൾ ചെയ്യാം. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും വിൻഡോസ് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. എന്നാൽ റിയർ ഓട്ടോ ഡൗൺ മാത്രമേ ഉള്ളൂ. ചെളി പിടിക്കുന്നത് വാഹനം വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യണവർക്കൊരു ടാസ്ക് ആണ്. ഡ്രൈവർ സീറ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ്. മുന്നിലെ 2 സീറ്റും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിറകിൽ കുറച്ച് സ്പേസ് കുറവായി തോന്നി. 6 ഫൂട്ട് ആൾക്കാർക്ക് തൈ സപ്പോർട്ടിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പിറകില് 3 പേർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. സെൻട്രൽ ടണലും അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. റിയർ AC വെന്റും ഹാൻഡ് റെസ്റ്റും സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിലുകളും അതിനുള്ള കോട്ട് ഹൂക്കും സൗകര്യങ്ങൾക്ക് ഒട്ടും കുറവില്ലെന്നാണ് മനസ്സിലാക്കി തരുന്നത്. 2 ലിറ്റർ ഫിയറ്റ് സോഴ്സ്ഡ് 1956 cc 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് എഞ്ചിൻ, 172 bhp, 3750 RPMലും 350 Nm ടോർക്ക് 1750 മുതൽ 2500 തരുന്നുണ്ട്. ടെർബോ ലാഗ് ഇല്ലെന്നല്ല, പക്ഷേ ലോ എൻഡ് ടോർക്ക് ടെർബോ ലാഗിനെ മാറ്റി നിർത്തുന്നു. കുറച്ച് സ്റ്റിഫാണ് സസ്പെൻഷൻ. ഇത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയെ ഉറപ്പിക്കുന്നു. മുന്നിലും സ്റ്റഡ്, പിന്നിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷനുമാണ്. ഈ സ്റ്റിഫ്നെസ്സും ടഫ്നെസ്സും കോമ്പസ് ഒരു ഡ്രൈവേഴ്സ് കാർ ആണെന്നതിൽ തർക്കമില്ല.
മുന്നിലും പിന്നിലും ഡിസ്ക്. ഹാൻഡ് ബ്രേക്ക് ഇലക്ട്രിക് ആണ്. ബ്രേക്കിന്റെ ബൈറ്റ് കുറച്ചുകൂടെ ആകാമെന്ന് തോന്നി. നല്ല റിജിഡായ ഷാസി, സസ്പെൻഷൻ സ്റ്റിഫ് ആയതിനാൽ ബോഡി റോൾ വളരെ കുറവാണ്. അതിനാൽ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നന്നായി തോന്നി. ആകെ മൊത്തം നല്ലൊരു ഡ്രൈവേഴ്സ് കാർ. കമ്പാരിസണിൽ വീൽ ബേസിലും പിന്നിലാണ് കോമ്പസ്. ഏതാണ്ട് 2636 mm. മുന്നിൽ ഹെക്ടർ തന്നെയാണ് ഇവിടെയും 2750 mm. നിങ്ങൾക്ക് വേണ്ടത് തികച്ചും കംഫർട്ടും ലൈറ്റും സ്പേഷ്യസുമായ വാഹനമാണെങ്കിൽ കോമ്പസ് അത്തരത്തിലൊരു കോമ്പിനേഷൻ അല്ല ഫോളോ ചെയ്യുന്നത്. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും ഒരു യൂറോപ്യൻ കാറിന്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കുള്ളതാണ് ജീപ്പ് കോമ്പസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് ഓട്ടോ ക്യാപ്സൂൾ. ഐ ആം ആദർശ്.